A very good morning to all. In the last class, we were discussing about anorectal malformation. So today in this class, let's see about the management of anorectal malformation. In the management, mainly it is a surgical management. Here, colostomy closure is done at 10 to 12 weeks after definitive surgery. And the definitive surgery includes LAPT, which is known as laparoscopic assisted anorectal pull through, and PSARP, which is posterior sagittal anorectal pull through. So മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു കൊളസ്റ്റമി ക്രിയേഷൻ ആണ് ചെയ്യുക. കുട്ടി ചെറുതായതുകൊണ്ടും ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഡെഫിനിറ്റീവ് സർജറി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ടെമ്പററി ആയിട്ട് ഒരു കൊളസ്റ്റമി ക്രിയേറ്റ് ചെയ്യും. ആ കൊളസ്റ്റമി ക്രിയേറ്റ് ചെയ്യുന്നത് 10 to 12 വീക്സ് കുട്ടിയുടെ പ്രായമായി കഴിയുമ്പോൾ ക്ലോസ് ചെയ്ത് ഈ ഒരു കണ്ടീഷനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെഫിനിറ്റീവ് സർജറി വഴി റിവൈവ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഡെഫിനിറ്റീവ് സർജറി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാവാം. ഒന്ന് ലാപ്റ്റ്, രണ്ട് PSARP. ലാപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് anorectal pull through. PSARP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റീരിയർ സജൈറ്റൽ anorectal pull through. സോ മെയിൽ കുട്ടി അതുപോലെ തന്നെ ഫീമെയിൽസ് ഇവർക്ക് രണ്ടുപേർക്കും anorectal pull throughവിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ് വേരി ചെയ്യും. So first let's see how to manage a male neonate with anorectal malformation. So initially we'll do an observation for about 16 to 24 hours. ഈ ഒബ്സർവേഷനിൽ we will get an abdominal USG done. Along with that we will do a perineal inspection and urine analysis. So ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഡയഗ്നോസ്റ്റിക് ഫേസിൽ ചെയ്യുക. Observation is done for 16 to 24 hours. An abdominal USG is done. Perineal inspection and urine analysis is done. ഇതിൻ്റെ ബേസിസിൽ കുട്ടികളെ രണ്ടായിട്ട് തിരിക്കും. അതായത് ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള കുട്ടികളും നോ ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള കുട്ടികളും. സോ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൊക്കെ അബ്നോർമാലിറ്റി ഉള്ള കുട്ടികളെ ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള കുട്ടികളായിട്ടും ഇതിൽ അബ്നോർമാലിറ്റി ഇല്ലാത്ത കുട്ടികളെ നോ ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള കുട്ടികളായിട്ടും തരംതിരിക്കും. സോ ഫസ്റ്റ് ലെറ്റ് സീ ഹൗ വി വിൽ മാനേജ് എ ചൈൽഡ് വിത്ത് ക്ലിനിക്കൽ എവിഡൻസ് ഓഫ് anorectal malformation. ഈ കുട്ടികളെ വീണ്ടും നമ്മൾക്ക് രണ്ടായിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് എ ചൈൽഡ് വിത്ത് പെരിനിയൽ ഫിസ്റ്റുല ആസ് വെൽ ആസ് എ ചൈൽഡ് വിത്ത് ഫ്ലാറ്റ് ബോട്ടം അല്ലെങ്കിൽ എയ്നൽ ഓപ്പണിംഗ് ഇല്ലാത്ത കുട്ടികൾ. ഇഫ് ദർ ഇസ് മ്യൂക്കോണിയം ഇൻ യൂറിൻ ഓർ എയർ ഇൻ ബ്ലാഡർ. സോ മ്യൂക്കോണിയം ഇൻ യൂറിൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഫിസ്റ്റുല. എയർ ഇൻ ബ്ലാഡർ എന്ന് പറയുമ്പോൾ എഗെയിൻ ദർ ഇസ് എ ഫിസ്റ്റുല. സോ പെരിനിയൽ ഫിസ്റ്റുല ഉള്ള കുട്ടികളാണെങ്കിൽ വി വിൽ ഗോ ഫോർ എ മിനിമൽ പോസ്റ്റീരിയർ സജൈറ്റൽ anorectal pull through. It is done in the newborn period itself and no colostomy is done. If the child has flat bottom, initially we will do a colostomy. We will wait for 4 to 8 weeks, verify that the child's growth is adequate, and we will do a posterior sagittal anorectal pull through. So ആദ്യത്തെ കേസ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ വീണ്ടും രണ്ടായിട്ട് തിരിക്കും. പെരിനിയൽ ഫിസ്റ്റുല ഉള്ള കുട്ടികളും ഫ്ലാറ്റ് ബോട്ടം ഉള്ള കുട്ടികളും. പെരിനിയൽ ഫിസ്റ്റുല ആണ് കുട്ടിക്കെങ്കിൽ വി വിൽ ഡു എ മിനിമൽ PSARP. നോ കൊളസ്റ്റമി ഇസ് ഡൺ ആൻഡ് ദ ഡെഫിനിറ്റീവ് സർജറി ഇസ് ഡൺ ഡ്യൂറിങ് ദ നിയോനേറ്റൽ പീരീഡ്. ഫ്ലാറ്റ് ബോട്ടം ഉള്ള കുട്ടികളാണെങ്കിൽ ആദ്യമേ ഒരു കൊളസ്റ്റമി ചെയ്യും. We will wait till 4 to 8 weeks till the growth of the child is adequate. കുട്ടിയുടെ ഗ്രോത്ത് ആഡിക്വേറ്റ് ആയി കഴിയുമ്പോൾ we will do a PSARP. ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കുട്ടികൾ, അതായത് നോ ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള കുട്ടികൾ. ആ കുട്ടികളിൽ we will do a
ക്രോസ് ടേബിൾ ലാറ്ററൽ റേഡിയോഗ്രാഫ് ഇൻ പ്രോൺ. ഈ ഒരു പേര് നിങ്ങളിവിടെ എഴുതണ്ട. ഇതിന് പകരം നമ്മളുടെ ഇൻവെർട്ടോഗ്രാം ആണ് ചെയ്യുക. ഓക്കെ, ഇൻവെർട്ടോഗ്രാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. 3 പേരുകൾ വഴി നമ്മൾ പഠിച്ചിരുന്നു. പ്ലെയിൻ റേഡിയോഗ്രാഫ് ഇൻ പ്രോൺ പൊസിഷൻ, ഇൻവെർട്ടോഗ്രാം അല്ലെങ്കിൽ വാഗൻ സ്റ്റീൻ എക്സ്റേ. ഇന്നലെ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. സോ ഈ ഇൻവെർട്ടോഗ്രാമിൽ നമ്മൾ ആ മെഷർമെൻറ്റ് നോക്കും. മെഷർമെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് greater than 1 centimeter, then a colostomy is done initially. We will wait for 4 to 8 weeks till the growth is adequate, and we will go for a PSA RP. If the distance between the anal dimple as well as the rectum is less than 1 centimeter, then we will do a minimal PSA RP during the newborn period and no colostomy is done. So this is how we manage a male child with anorectal malformation. ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം. Initially we will observe the child for about 16 to 24 hours. During this time we will obtain an abdominal USG and a perineal inspection and also a urine analysis. We will categorize the child into those children with clinical evidence and those children with no clinical evidence. In the category of clinical evidence, again the children are classified into 2 groups, that is children with perineal fistula and children with flat bottom. In case of perineal fistula, we will do a minimal PSA RP. During the newborn period, no colostomy is done. In children with flat bottom, initially a colostomy is done. We will wait for 4 to 8 weeks till the growth is adequate and a PSA RP is done. In the other category of those children with no clinical evidence, we will get an invertogram done, categorize the children into 2 types. If the distance is greater than 1 centimeter, initially we will do a colostomy. We will wait for 4 to 8 weeks and then a PSA RP is done. If the distance is more than 1 centimeter, then a minimal PSA RP is done during the newborn period and a colostomy is done. No colostomy is done. Now let's see how to manage a female child with anorectal malformation. Here also initially we will do observation for about 16 to 24 hours. An abdominal USG is done, and then we can categorize the children into 2 types, that is children with fistula and without fistula. So ആദ്യമേ നമ്മൾക്ക് we will see how to manage a child with fistula. So 95% കുട്ടികൾക്കും fistula ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. We will investigate on what type of fistula it is and again categorize the child as a persistent cloaca, a vestibular fistula or a perineal fistula. So fistula ഉള്ള കുട്ടികളെ 3 ആയിട്ട് തരംതിരിക്കും. ഒരു ക്ലോയേക്ക, പെർസിസ്റ്റൻറ്റ് ക്ലോയേക്ക, അതായത് 3 ഓപ്പണിങ്ങും ഒറ്റ ഓപ്പണിങ്ങിൽ കൂടെ വരുന്നതാണ് പെർസിസ്റ്റൻറ്റ് ക്ലോയേക്ക. വെസ്റ്റിബുലാർ അല്ലെങ്കിൽ വജൈനൽ ഫിസ്റ്റുല ഉള്ള കുട്ടികൾ, അതുപോലെ തന്നെ പെരിനിയൽ ഫിസ്റ്റുല ഉള്ള കുട്ടികൾ. സോ ഒരു പെർസിസ്റ്റൻറ്റ് ക്ലോയേക്ക ആണെങ്കിൽ we will do an emergency genitourinary evaluation. ആദ്യമേ ഒരു കൊളസ്റ്റമി ആയിരിക്കും ചെയ്യുക. Along with colostomy, we may also do a vaginostomy as well as urinary diversion. So ഈ കുട്ടികൾക്ക് ക്ലോയേക്ക ഉള്ള കുട്ടികൾക്ക് 3 ഓപ്പണിങ്സ് ആണ് നമുക്ക് വേണ്ടി വരിക. അത് കാരണം തന്നെ ബവലിൻ്റെ ഏരിയയിൽ ഒരു കൊളസ്റ്റമി ഇടാം, വജൈന വെളിയിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് വജൈനോസ്റ്റമി ചെയ്യാം, അതുപോലെ തന്നെ യൂറിനറി ഡൈവേർഷൻ ചെയ്യും. Then we will wait for 6 months. 6 monthsന് ശേഷം we will do a posterior sagittal anorecto vagino urethroplasty. ഇവിടെ 3 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. anorecto, ഏനസിനെയും റെക്റ്റത്തിനെയും, വജൈനൽ ഓപ്പണിങ്ങിനെയും അതുപോലെ തന്നെ യുറീത്രൽ ഓപ്പണിങ്ങിനെയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഇസ് വൈ വി ഡു എ posterior sagittal anorectal vagino urethroplasty.